ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വീഡിയോ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. നമുക്കും ഇതുപോലെ നമ്മുടെ ഫോട്ടോയ്ക്ക് ആനിമേഷൻ നൽകി ഒരു അടിപൊളി ലൈവ് ഫോട്ടോയാക്കി മാറ്റാം. എന്നിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ തീർച്ചയായും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കി, ഏതാണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ. ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുമ്പും സോയ്ട്രോപിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു മോഷൻ പിക്ചർ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും മോഷൻ പിക്ചർ ലൈവ് ഫോട്ടോ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഏകദേശം 100,000 ഇൻസ്റ്റാൾ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ കിട്ടിയ ഉടനെ ഓടാൻ വരട്ടെ. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടി നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത ഉടനെ നമ്മളോട് ചില പെർമിഷൻസ് ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയ്ക്ക് ആനിമേഷൻ എഫക്ട്സ് ഒക്കെ നൽകാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ട്യൂട്ടോറിയൽ എന്ന ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് 2 ഓപ്ഷനാണ്. ക്രിയേറ്റ് പിക്ചർ, മൈ ക്രിയേഷൻ എന്ന ഫോൾഡറിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമുക്കിവിടെ ക്രിയേറ്റ് പിക്ചർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന നമുക്ക് 2 ടൂൾസാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ ടൂൾസ് മോഷൻ വേണ്ടാത്ത ഇടങ്ങളിൽ നമുക്ക് മാസ്ക് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് നമുക്ക് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതലായിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് ഇറേസ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി വലത് സൈഡിലുള്ള ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മോഷൻ ആഡ് ചെയ്യാനും സീക്വൻസ് ആയിട്ട് ആഡ് ചെയ്യാനും പിന്നെ സ്റ്റെബിലൈസ് ചെയ്യാനും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഏറ്റവും മുകളിൽ വലത് സൈഡിൽ കാണുന്ന ഒരു ക്യാമറ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് അല്ലെങ്കിൽ ഗാലറിയിൽ നിന്നും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ട്രെയിനിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇടത് സൈഡിലുള്ള ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം ആദ്യം. എന്നിട്ട് നമുക്ക് ബ്രഷിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ട്രെയിനിന് മുകളിൽ നമ്മൾ ഏത് ഭാഗമാണ് നമ്മൾ മാസ്ക് ചെയ്യേണ്ടത്, നമ്മൾ മോഷൻ എഫക്ട്സ് വേണ്ടാത്ത ഇടങ്ങളിൽ നമ്മൾ വരച്ചു കൊടുക്കുക. ആദ്യം നിങ്ങൾ നന്നായിട്ട് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് സ്പീഡപ്പ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മാസ്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് കൂടുതലായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂൾസിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇറേസർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൂൾസിൽ വലത് സൈഡിലുള്ള ടൂൾസിലേക്ക് പോകാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മോഷൻ എഫക്ട്സ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം മോഷൻ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം, ഏറ്റവും മുകളിലുള്ള. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആരോ മാർക്ക് വരച്ചു കൊടുക്കുക. നമുക്ക് ഏത് ഭാഗത്തേക്കാണ് മോഷൻ എഫക്ട്സ് വേണ്ടത് ആ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് വീണ്ടും അതേ ഓപ്ഷനിലേക്ക് ടൂൾസിലേക്ക് പോയ ശേഷം സീക്വൻസ് ആഡ് ചെയ്യണം. നമുക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് മോഷൻ എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് പോവുക. നമുക്ക് ഏത് അറ്റത്തേക്കാണോ വേണ്ടത് ഇങ്ങനെ വരച്ചുകൊണ്ട് പോവുക. എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തുടർച്ചയായിട്ട് നമുക്ക് സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ട് നോക്കാം. പക്ഷേ ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തത്തിൽ ആനിമേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ചില ഭാഗത്ത് സ്റ്റേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ സ്റ്റേബിൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഒന്ന് സൂം ചെയ്തിട്ട് നമുക്ക് സ്റ്റേബിലൈസ് ചെയ്യാം. സൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് സൂം ചെയ്ത ശേഷം നമുക്ക് വീണ്ടും സ്റ്റേബിലൈസ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആനിമേഷൻ വേണ്ടാത്ത ഐറ്റങ്ങളിൽ ഇതുപോലെ ഡോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ആനിമേഷൻ വേണ്ടാത്ത പുറമേയുള്ള ഭാഗങ്ങൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്യൂട്ടോറിയലായിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്താണ് ആനിമേഷൻ കൊടുത്തിട്ടുള്ളത് ആ ഭാഗം മാത്രമായിരിക്കും ആനിമേറ്റ് ആവുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ സ്റ്റേബിളായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഇവിടെ മുകളിൽ ഓപ്ഷൻ കാണാം, സ്പീഡ് നമുക്ക് കൂട്ടാനും സ്ലോ ആക്കി വയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏതൊരു ഫോട്ടോസിനും നമുക്ക് ആനിമേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോയ്ക്കൊക്കെ ആനിമേറ്റ് ചെയ്യാം എന്ന് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ പറ്റും.
ഇനി പിന്നീട് മറ്റൊരു ഓപ്ഷനുണ്ട്, നമുക്ക് ടൂൾസിലേക്ക് ക്ലിക്ക് ചെയ്യാം. ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം. സൂം എന്ന ഓപ്ഷന് തൊട്ട് മുകളിൽ സെലക്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷനകത്ത് ഒരേ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് അൺഡു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അൺഡു ഓപ്ഷൻ മാത്രം ഈ ആപ്ലിക്കേഷൻ ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ GIF ആയിട്ടും വീഡിയോ ആയിട്ടും സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ താഴെ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മളോട് ചോദിക്കും നമുക്ക് ഈ വീഡിയോ വേണ്ടത് വാട്ടർമാർക്കോട് കൂടിയാണോ അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഇല്ലാതെയാണോ. അപ്പോൾ നമ്മൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരസ്യം വരും. പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഗാലറിയിൽ. അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി. താങ്ക് യു.